ഈ ലൈഫ് സ്കിൽസ് നാം എവിടെയും വളർത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളിലും A+ ആണ് എന്ന് സന്തോഷത്തോടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇട്ട് എല്ലാവരോടും പറഞ്ഞ് എത്ര സന്തോഷിക്കുന്നു അല്ലേ? സന്തോഷം തന്നെയാണ്. പക്ഷേ അവർക്ക് ഈ മാർക്ക് മാത്രം മതിയോ ഈ ചാലഞ്ചസ് നിറഞ്ഞ ലോകത്ത് ജീവിക്കുവാൻ? പോരാ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ആസ് എ സൈക്കോളജിസ്റ്റ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ സമീപത്ത് നാം മഹാരാഷ്ട്രയിൽ കണ്ട ഒരു കുട്ടിയുടെ കഥ. സെൽഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛനെയും കൊണ്ട് വലിച്ചിടുന്നു, കൂടെ അമ്മയും ചാടി മരിക്കുന്നു. ഒരു കുടുംബം തന്നെ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈഫ് സ്കിൽസിൻ്റെ അപാകത തന്നെയാണ്. കുട്ടിയിൽ നാം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ലൈഫ് സ്കിൽസ് പഠിപ്പിക്കണം. ലൈഫ് സ്കിൽസ് അഥവാ ജീവിത നൈപുണ്യങ്ങൾ കുട്ടിയുടെ സ്വയാശ്രയത്തിനും വൈകാരിക ബുദ്ധിയും പിന്നെ പ്രതിസന്ധികളെ നേരിടുവാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുമെന്നുള്ളത് എത്ര പേർക്കറിയാം? യെസ്, അത് നാം പഠിപ്പിക്കുക തന്നെ വേണം കുട്ടികളെ. പഠിത്തം മാത്രം പോരാ നമ്മുടെ കുട്ടികൾക്ക്. അതായത് 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്കുണ്ടാകുന്ന വികാരങ്ങൾ, ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് അവരിൽ ഉണ്ടാക്കി കൊടുക്കണം. അത് അച്ഛനും അമ്മയുമാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത് സാവധാനം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി. ദേഷ്യത്തിലാണ്, വാശിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ വിട്ടിട്ട് പതിയെ നാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ ഇമോഷൻസ് എന്താണ്, സന്തോഷമാണോ നിരാശയാണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനടുത്തത്. അതേപോലെ തന്നെ അവർക്ക് സ്വന്തമായി സ്വയം അവരുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുവാനും, പല്ല് തേക്കാനും, കുളിക്കുവാനും, നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുവാനും അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ആ വയസ്സിൽ നാം പഠിപ്പിച്ചിരിക്കണം. അതവർ പഠിച്ചിരിക്കും. അതുപോലെ 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർക്ക് കുടുംബത്തിലുള്ള വരവ് ചെലവുകൾ എന്തൊക്കെയാണ്. വലിയ കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. പച്ചക്കറിയൊക്കെ ഇതാണ് വില എന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് അവർക്ക് അവരെ കടയ്ക്ക് കൂട്ടിയിട്ട് പോകാം. അത് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. പാരൻസ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യേണ്ടത്. അവരെ ഇത് ആവശ്യമാണോ, ഇത് ആവശ്യമില്ലേ എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാരൻസിന് സാധിക്കണം. അത് ദേഷ്യത്തോടെയല്ല, ചേർത്ത് പിടിച്ചു വേണം നമ്മളത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ. അതുപോലെ തന്നെ അടുക്കളയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ എന്തെല്ലാം സാമഗ്രികളുണ്ട്, അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അത് അവരിൽ ഒരു സ്വയാശ്രയം ഉണ്ടാവും അവർക്ക്. അത് കഴിഞ്ഞ് 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തീർച്ചയായും നാം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് സാമ്പത്തിക സാക്ഷരത എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എത്ര നമ്മളുടെ കുടുംബത്തിന് എന്ത് വരുമാനമുണ്ട്, നാം അതെങ്ങനെ ചെലവാക്കണം, നമുക്കിത് വാങ്ങാൻ സാധിക്കുമോ, ഇത് പറ്റുന്ന കാര്യമാണോ, സർവ്വതും ആ കുട്ടി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ 4 വയസ്സ് മുതൽ ഇതെല്ലാം പഠിപ്പിച്ചു വരുമ്പോൾ മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. ഇപ്പോൾ പതിയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇവർ ചെറിയ കുട്ടികളാണ്, ഇവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നല്ല പാരൻസ് വിചാരിക്കേണ്ടത്. അവർ ഈ കുടുംബത്തിലെ ഒരാളാണ്, ഒരംഗമാണ്. ഓരോ കാര്യത്തിലും അവരുടെ ഫ്രണ്ട്സ്, അവരുടെ സഹപാഠികൾ, അവർ തമ്മിലുള്ള തർക്കങ്ങൾ ഒരു സൗഹാർദ്ദപരമായി എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ സംസാരിക്കണം. അവർക്കെല്ലാം അറിഞ്ഞിരിക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അവരുടെ മേൽ വന്നു വീഴുകയാണെങ്കിൽ അവർക്കത് താങ്ങാൻ സാധിക്കില്ല, നമുക്ക് തന്നെ സാധിക്കില്ല. അതുകൊണ്ട് പണ്ടത്തെ പോലെ അല്ല കാലം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, വളരെ AI-യുടെ കാലമാണ്. കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടേ തവര് ഈ ലൈഫ് സ്കിൽസ് നാം എവിടെയും വളർത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇന്ന് തൊട്ടെങ്കിലും ഇത് കാണുന്നവർ തീർച്ചയായും കുട്ടികളിൽ ഇത് വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം. താങ്ക് യു.